को प्रभु यीशु मसीह में प्यार भरा अभिवादन देता हूँ। എൻ്റെ ഈ മലയാളത്തിലുള്ള ഈ സന്ദേശം ഹിന്ദിയിലേക്ക് പരിഭാഷപ്പെടുത്തുന്ന പാസ്റ്റർ അനുജിന് പ്രത്യേകാല് നന്ദി പറയുന്നു. സ്തോത്രം. Thank you, Pastor. Thank you. Praise God. Okay. പ്രത്യേകിച്ച് ഈ വർഷത്തിന്റെ അവസാനത്തില് മിക്ക സഭകളിലും ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും വേണ്ടിയൊക്കെ വേർതിരിച്ചിരിക്കുന്ന ദിവസങ്ങളിലാണ് ഇത്. ക്രിസ്മസിന്റെ സീസൺ കൂടെയാണല്ലോ. പ്രത്യേകിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം ലോകത്തെ വിളിച്ചറിയിക്കുവാനും ദൈവജനം ദൈവസന്നിധി ആത്മീകമായിട്ട് തങ്ങളെ തന്നെ ഒന്ന് പുനർപ്രതിഷ്ഠ ചെയ്ത് ദൈവത്തോട് അടുക്കുവാനുമുള്ള ദിവസങ്ങളാണല്ലോ ഇത്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. परमेश्वर का धन्यवाद करता हूँ। जैसे कि जानते हैं इस साल के ये जो आखिरी पल है, ये आखिरी दिन है, ये परमेश्वर की उपस्थिति में उपवास और प्रार्थना के साथ बिताने वाले पल हैं, और साथ ही साथ क्रिसमस का पर्व भी है, और उसके साथ साथ प्रभु का सुसमाचार का प्रचार और प्रघोषण करने का वक्त भी है। इसलिए इन समय के लिए मैं प्रभु का मैं धन्यवाद करता हूँ। ദാസൻ പാസ്റ്റർ പി.എ. മാത്യുവിന്റെ നേതൃത്വത്തിൽ നോർത്ത് ഡൽഹി ഡിസ്ട്രിക്റ്റിന്റെ പ്രവർത്തനങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആത്മീക ഉണർവോടെ തന്നെ മുമ്പോട്ട് പോകുന്നു എന്നറിയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ അധികമായി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. കർത്താവിന്റെ ദാസനെയും കർത്താവിന്റെ വേലയ്ക്ക് ചുമല് കൊടുക്കുന്ന ഡിസ്ട്രിക്റ്റിലുള്ള കർത്താവിന്റെ ദാസന്മാരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കട്ടെ. സ്തോത്രം. परमेश्वर का धन्यवाद करता हूँ कि आदरणीय डिस्ट्रिक्ट पास्टर जी भाई में नॉर्थ दिल्ली डिस्ट्रिक्ट बड़ी आत्मिक उन्नति कर रहा है। साथ ही साथ जितने भी प्रभु के दास लोग हैं डिस्ट्रिक्ट बड़ी आनंद में इन दिनों में आगे बढ़ रहे हैं। उसके लिए मैं परमेश्वर का धन्यवाद करता हूँ और आप सभी को मेरा अभिवादन और प्रशंसा मैं देता हूँ। പ്രത്യേകിച്ച് പ്രയർ ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടർ എന്നുള്ള ആ ഒരു ചുമതലയിലേക്ക് ദൈവം തന്നെ നിയോഗിച്ച് ആക്കിയ സമയം മുതല് നമ്മുടെ റീജിയണിൽ മൊത്തമായിട്ട് ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും പ്രാർത്ഥനയുടെ ഒരു പുത്തൻ ഉണർവ് പകർന്നു കൊടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ഉപയോഗിച്ചു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സ്തോത്രം. इस बात में कोई शंका नहीं है कि हमारी प्रार्थना विभाग के अध्यक्ष की नियुक्ति जब से हुई है तब से लेकर हमारे रीजन की तमाम विश्वासी समूहों को और प्रभु के दासों के जीवन में प्रार्थना के साथ एक बड़ी जागृति हुई है। इसमें कोई दोहराई और कोई शंका नहीं। ദൈവസഭയിൽ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ദൈവത്തിന്റെ ദാസനെ ഉപയോഗിക്കുന്നതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന കൂട്ടുവേലക്കാരിൽ ഒരു വ്യക്തിയാണ് ഞാൻ. സ്തോത്രം. प्रभु के दास को परमेश्वर बड़े साथ इस्तेमाल कर रहे हैं, और इसके लिए जो खुशी जो आनंद मुझ में है वर्णन नहीं है. സ്തോത്രം. എത്ര ടൈമിൽ എത്ര മണിക്കാണ് ഈ മെസ്സേജ് അവസാനിപ്പിക്കേണ്ടത്? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞു. അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞു. ഒരു 9 ഒരു 9 മണിക്ക് 2 മിനിറ്റ് മുമ്പ് 9 മണിക്ക് 2 മിനിറ്റ് മുമ്പ് 2-3 മിനിറ്റ്. ഓക്കെ, 4 മിനിറ്റ് ഉണ്ട്. ഏകദേശം ഒരു 1 അവർ, ഓൾമോസ്റ്റ് 1 അവർ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഞാനിപ്പോൾ മൂത്ത മകൾ കുടുംബം അവരുടെ അടുക്കിലേക്ക് ഞങ്ങൾ കുടുംബമായിട്ട് കടന്നു വന്നു. ഇവിടെയായിരിക്കും. ഇവിടെ ഇപ്പോൾ 2:30 കഴിഞ്ഞ സമയമാണ്. സ്തോത്രം. പ്രത്യേകിച്ച് ഈ കോവിഡ് കാരണത്താൽ ലോകത്തിന്റെ ഏത് ഭാഗത്തും ഇരുന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കൂടിയിരിക്കുന്ന പ്രതീതിയിൽ തന്നെ ദൈവത്തെ ആരാധിക്കാനും ദൈവവചനം പങ്കുവെക്കുവാനും കേൾക്കുവാനും ഒക്കെ ദൈവം ഇങ്ങനെ ഒരു ഫെസിലിറ്റി നമുക്ക് ഒരുക്കി തന്നതോർത്ത് ഞാൻ പ്രത്യേകം ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. प्रभु के दास इस वक्त परिवार के साथ अपनी बड़ी बेटी के साथ यूके में है, और अभी इस वक्त वहां पर लगभग 2:30 बजे का वक्त हो रहा है, और प्रभु ने हमें इस प्रकार का एक सुविधा दिया है कि भिन्न भिन्न जगहों से इस मंच पर इकट्ठा होने एकत्रित होने के लिए प्रभु ने सहायता किया। उसके लिए मैं प्रभु का धन्यवाद करता हूँ. ഞാൻ ശുശ്രൂഷിക്കുന്ന ബോംബെയിലുള്ള ബോർവിലി ദൈവസഭയുടെയും
എന്റെ കുടുംബത്തിന്റെയും പ്രത്യേക വന്ദനങ്ങൾ നോർത്ത് ഡൽഹി ഡിസ്ട്രിക്റ്റിലുള്ള എല്ലാ കർത്തദാസന്മാരെയും ദൈവജനത്തെയും അറിയിക്കുന്നു. സ്തോത്രം. स्थानीय कलीसिया का प्रभु का सलाम आप सभी को मैं देता हूं. പ്രൈസ് ഗോഡ്. പ്രത്യേകിച്ച് ഈ ഒരാഴ്ച, ഈ വർഷത്തിന്റെ അവസാനത്തെ ഈ ഒരാഴ്ച പ്രയർ ഡിപ്പാർട്ട്മെന്റിനോടുള്ള ബന്ധത്തില് ഡിസ്ട്രിക്റ്റില് പ്രാർത്ഥനയ്ക്ക് വേണ്ടി, ഉപവാസത്തിന് വേണ്ടി വേർതിരിക്കുവാൻ ദൈവം അവസരം ഒരുക്കിയല്ലോ. നിശ്ചയമായിട്ടും നോർത്ത് ഡിസ്ട്രിക്റ്റിലുള്ള സഭകൾക്ക് മാത്രമല്ല, നമ്മുടെ റീജിയനിൽ മൊത്തം മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് മൊത്തം ഇത് ഒരു ചലനമുണ്ടാക്കട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. प्रभु में मेरी उम्मीद है, परमेश्वर की उम्मीद है कि ये नॉर्थ दिल्ली डिस्ट्रिक्ट अगुवाई ये हो रहा जो उपवास प्रार्थना है, ये प्रार्थना हमारे देश में एक बड़ी जागृति लाएगी. ഈ പ്രാർത്ഥന എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. സ്തോത്രം. प्रार्थना जो है हमारे जीवन में एक बहुत बड़ा बात है, हमारी बात है. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പ്രാർത്ഥനയുടെ പ്രാധാന്യം നമുക്ക് കാണുവാൻ കഴിയും. पवित्र काम के पुराने नियम और नए नियम में प्रार्थना की अहमियत कितनी बड़ी है हम देख सकते हैं. ഈ പ്രാർത്ഥന എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ ഇങ്ങനെ ദൈവത്തോട് പറയുന്നതാണ്, അത് മാത്രമാണ് പ്രാർത്ഥന എന്ന ഒരു ചിന്ത പലർക്കുമുണ്ട്. अक्सर कई लोगों के मन में इस प्रकार का एक विचार है कि प्रार्थना का मतलब ये है कि हम अपने परमेश्वर के सामने परमेश्वर से कहें. നമുക്കറിയാം, ഈ തിമോത്തിയോസിന്റെ ലേഖനം, 1 തിമോത്തിയോസിന്റെ, ഞാൻ പ്രസംഗിക്കാൻ വചനം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഭാഗമല്ല. പ്രാർത്ഥനയെ കുറിച്ച് എന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാ പ്രകാശിപ്പിച്ച ചിന്തകൾ ഓർപ്പിച്ചിട്ട് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ആ മെസ്സേജിലേക്ക് കടന്നു വരുവാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. मैं बातें में आपके सामने रखूंगा, उसके बाद मैं वचन से आपके सामने मनादी करना चाहूंगा. തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥനയെ കുറിച്ച് നമ്മളെ ഓർപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. हम देखते हैं पहले तिमोथियुस की पत्री में प्रेरित पौलुस प्रार्थना के विषय के बारे में अच्छे से लिखा समझाते हैं. നാം പ്രാർത്ഥിക്കുമ്പോൾ ആർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം? जब हम प्रार्थना करें, किन किन लोगों के लिए प्रार्थना करना है? അവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, സ്തോത്രം, ഇങ്ങനെയാണ്. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വാക്യം ആരംഭിക്കുന്ന ഇംഗ്ലീഷിലാണെങ്കിൽ ഫോർ ഓൾ മെൻ, ഫോർ കിങ്സ് ആൻഡ് ഫോർ ഓൾ who are in authority. സകല മനുഷ്യർക്കും രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. Praise God. Amen. लिखा है कि प्रार्थना करना है राजाओं के लिए, अधिकारी गणों के लिए और तमाम जातियों के लिए प्रार्थना करना है. इस प्रकार से प्रेरित पौलुस ने लिखा है. സ്തോത്രം. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നാം സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് വചനം നമ്മളെ ഓർപ്പിക്കുന്നത്. वचन हमें इस प्रकार से याद दिलाता है, जब हम प्रार्थना करना है तो हर व्यक्तियों के लिए प्रार्थना करना है. ഈ പ്രാർത്ഥനയിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സ്തോത്രം, അധികാരസ്ഥന്മാർക്കും വേണ്ടി പ്രാർത്ഥനയിലും പക്ഷപാതത്തിലും, സ്തോത്രം, അതായത് അപേക്ഷ, പ്രാർത്ഥന, പക്ഷപാതം, സ്തോത്രം, ഇത്രയും കാര്യങ്ങൾ പ്രാർത്ഥനയിൽ അടങ്ങിയിട്ടുണ്ട്. സ്തോത്രം. कि प्रार्थना में
याचना है, धन्यवाद है और परमेश्वर के बीच रह बिचवाई करना, ये सारी बात इस प्रार्थना में शामिल है। See, supplications, prayer, intercession and giving thanks to God. 4 കാര്യങ്ങൾ പ്രാർത്ഥനയിലുണ്ട്. Praise God. ये 4 बातें प्रार्थना में है, धन्यवाद करना, बिचवाई करना, बिचवाई करना, प्रार्थना करना, धन्यवाद करना, इस प्रकार की 4 बातें वहां पर लिखी हुई है। ഇതിനകത്ത് പക്ഷവാദം ചെയ്യുക, ഇന്റർസീഡിങ് ഫോർ അതേഴ്സ്. देखते हैं औरों के लिए बिचवाई करना. Praise God. 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നാം ഇങ്ങനെ ചെയ്യുന്നത് ദൈവസന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകുന്നു. In God's sight, in God's presence, it is good and pleased by God. Amen. Praise the Lord. अगर हम ऐसा करते हैं तो ये परमेश्वर को भवता है और इस पर परमेश्वर प्रसन्न होता है. वहां पर इस प्रकार लिखे हैं. Praise Jesus. നമുക്കറിയാം, ഈ എസെക്കിയേൽ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ, അതായത് ദൈവം സ്തോത്രം പ്രവാചകനായ എസെക്കിയേലിനെ ദർശനത്തിൽ കാണിക്കുന്നത് ഒരു ശണവസ്ത്രം ധരിച്ച ഒരു പുരുഷൻ അരയിലൊരു മഷിക്കുപ്പി ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ജനത്തിന്റെ നടുവിലൂടെ പോകുന്നതായിട്ട് കാണിക്കുന്നത്. ദൈവം പറയുകയാണ്, ഈ യെരുശലേം നഗരത്തിൽ യഹൂദ ജനത്തിന്റെ നടുവിൽ സ്തോത്രം ഈ ദേശത്തിന്റെ അകൃത്യത്തെ കണ്ടുകൊണ്ട് ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന പുരുഷന്മാരുടെ നെറ്റിയിൽ മഷി കൊണ്ട് അടയാളമിട്ട് വേർതിരിക്കുവാനായിട്ട്. സ്തോത്രം. ആമേൻ. यहेजकेल नबी की पुस्तक उसके 9 के 4 में इस प्रकार से कहते हैं कि यरूशलेम में यहूदी लोग, इजरायली लोग बीच में ऐसे लोगों को चिन्हित करे जिनके माथे पर स्याही से चिन्हित करे, जो परमेश्वर के बीच में परमेश्वर से पुकारे. ദൈവസന്നിധിയിൽ നഗരത്തിന്റെ അകൃത്യത്തെ കണ്ടുകൊണ്ട് സ്തോത്രം परमेश्वर की उपस्थिति, നഗരത്തിന്റെ അകൃത്യത്തെ കണ്ടുകൊണ്ട് സ്തോത്രം ദൈവസന്നിധിയിൽ നിലവിളിക്കുകയും മധ്യസ്ഥത കഴിക്കുകയും ചെയ്യുന്ന പുരുഷന്മാർക്ക് അടയാളമിട്ടവരെ വേർതിരിച്ചു നിർത്തുവാനായിട്ട്. സ്തോത്രം. वहां पर हम देखते हैं कि उस नगर के अधर्मों को देखकर परमेश्वर की उपस्थिति के लिए ऐसे लोगों को उनके चिन्हित करे और अलग करे और उनके माथे पर स्याही से चिन्हित करते हुए अलग करते वहां पर लिखा है. കാരണം ദൈവം തന്റെ ജനമായ ഇസ്രയേലിന്റെ മേൽ, യെരുശലേമിന്റെ മേൽ തന്റെ ന്യായവിധി പകരുമ്പോൾ ഈ അടയാളമിട്ട പുരുഷന്മാരെ ആ ന്യായവിധിയിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് വേണ്ടി, മാറ്റി നിർത്തേണ്ടതിന് വേണ്ടിയാണ് ഇടിവിൽ നിൽക്കുന്ന പുരുഷന്മാരെ ദൈവം അടയാളമിട്ട് വേർതിരിക്കുന്നത്. സ്തോത്രം. ആമേൻ. यरूशलेम की ओर जब परमेश्वर की क्रोध भटकेगा, लोग हैं जो अलग के लोग हैं, उन्हें बचाए रखने के लिए परमेश्वर कहता है. ദൈവജനത്തിന്റെ പിന്മാറ്റം, ലോകത്തിലേക്ക് ജനം ഇറങ്ങിപ്പോകുന്നത് കാണുമ്പോൾ ആത്മീയമായ അനുഭവങ്ങൾ, അതായത് സഭയിൽ നിന്ന്, ആത്മീയ കോളത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകുന്നത് കാണുമ്പോൾ ഹൃദയം നൊന്ത് ദൈവസന്നിധിയിൽ കരയുകയും ഇടിവിൽ നിൽക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ ഭക്തന്മാരെ ദൈവം മുദ്രയിട്ട് തനിക്ക് വേണ്ടി വേർതിരിച്ചു നിർത്തുവാനിടയായി തീരുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. ആമേൻ. के वचन में याद दिलाते हैं, जो लोग परमेश्वर से दूर हो जाते हैं, कलीसिया से दूर हो जाते हैं, संसार की ओर चले जाते हैं, उस बीच जो परमेश्वर की उपस्थिति में लोगों के लिए बिचवाई करते हैं, परमेश्वर उन्हें अलग करता है, उन्हें उनकी रक्षा करता है. इस प्रकार से परमेश्वर को वचन में याद दिलाता है. പിന്മാറ്റത്താൽ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയ ഇസ്രായേലിന്റെ നടുവിൽ, അതായത് ജനത്തിന്റെ പാപത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന, പക്ഷപാതം കഴിക്കുന്ന ഒരു പുരുഷനെ ദൈവം അന്വേഷിക്കുന്നു, എന്നാൽ ആരെയും കണ്ടില്ല എന്ന് 22-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എസെക്കിയേലിൽ. സ്തോത്രം.
इज़ेकिएल नबी की पुस्तक 22-32 आयत में इस प्रकार से लिखा है, जो लोग परमेश्वर से दूर हो गए हैं उन्हें वापस लेकर आने के लिए, बिचवाई करने के लिए परमेश्वर ढूंढता है, परंतु वहां पर इस प्रकार से लिखा है कि कोई भी परमेश्वर की उपस्थिति में नहीं है, कोई भी व्यक्ति को परमेश्वर को नहीं मिला। ദൈവമക്കളെ, ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ ലോകം അത് അറിയത്തില്ല, ദൈവദാസന്മാർ അറിഞ്ഞെന്ന് വരത്തില്ല, കൂട്ടുവിശ്വാസികൾ അറിഞ്ഞെന്ന് വരത്തില്ല. എന്നാൽ ഇടിവിൽ നിന്ന് ദൈവസന്നിധിയിൽ ഹൃദയം പകർന്ന് വേദനയോടെ കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ വലിയവനായ ദൈവം അത് കാണുന്നുണ്ട്. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. മാത്രമല്ല, ദൈവം നമ്മെ മുദ്രയിട്ട് നമ്മെ വേർതിരിച്ച് പരിപാലിക്കുവാനിടയായിത്തീരും, തന്റെ നാമത്തിനായിട്ട് ഉപയോഗിക്കുവാനായിട്ടിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. मेरे अजीजों, अगर हम परमेश्वर की उपस्थिति में बिचवाई करते हैं, बेशक हमारे पासवान हमें ना जानते, संसार हमें ना जान पाए, परंतु परमेश्वर जानता है और परमेश्वर हमारे बड़े कार्य को करेगा, परमेश्वर रक्षा करेगा और परमेश्वर के नाम की महिमा के लिए वो उन बिचवाई करने वाले लोगों को इस्तेमाल करेगा। കാലം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നുടനെ സ്തോത്രം, അനേകർ ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം, അവൻ ദൈവസന്നിധിയില് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ, ദൈവസന്നിധി പക്ഷപാതം കഴിക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം, और बढ़ रहा है, लोग परमेश्वर से कलीसिया दूर हो रहा है, उस बीच परमेश्वर की चरण में करने के लिए परमेश्वर आपको और मुझसे चाहता है और परमेश्वर की इच्छा भी यही है। ദൈവത്തിന്റെ ജനമായ ഇസ്രായേല് മരുഭൂമിയിൽ വെച്ച് അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ച് വിഗ്രഹാരാധികളായി മാറിയപ്പോൾ യഹോവയായ ദൈവം കോപം ജ്വലിച്ചിട്ട് മോശയോട് പറഞ്ഞു, ഞാൻ ഈ ജനത്തെ ഇപ്പോൾ നശിപ്പിച്ചു കളയും. ആമേൻ. जब परमेश्वर से अलग होकर जब मूर्ति पूजा की सेवा की, तो परमेश्वर मूसा से कहता है कि मैं इजरायली लोगों को मैं दंड दूंगा, मैं उन्हें न्याय करूंगा। നമ്മളെ ഭാഗത്ത് വായിക്കുന്നത്, നമ്മൾ പുറപ്പാട് പുസ്തകം 32-33 അധ്യായങ്ങളൊക്കെ വായിക്കുന്ന നമ്മെ കാണുവാൻ കഴിയും. ദൈവം മോശയോട് പറയുന്നു, ഞാൻ ഈ ജനത്തെ ഞാൻ നിർമൂലമാക്കി കളയും, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ തലമുറയെ ഞാൻ ഒരു ജാതിയാക്കി മാറ്റുമെന്ന്. സ്തോത്രം. परमेश्वर मूसा से कहता है कि मैं तुझे और तेरी पीढ़ियों को मैं बचाए रखूंगा और आशीष करूंगा, परंतु उन इजरायली लोगों को मैं नाश कर डालूंगा, उन्हें मैं बर्बाद कर डालूंगा जिन्होंने मुझे छोड़ इन देवताओं की मूर्ति पूजा की है। മോശ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണുകൊണ്ട് ജനത്തിന് വേണ്ടി പക്ഷപാതം കഴിക്കുകയാണ്. സ്തോത്രം. परंतु वहां देखते हैं कि मूसा दंडवत होकर परमेश्वर से अपने लोगों के लिए बिचवाई कर रहा है। ദൈവമേ, നീ എഴുതിയ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് നീ മായ്ച്ചു കളഞ്ഞാലും ഈ ജനത്തിന്റെ പേര് നീ മായ്ച്ചു കളയരുതേ, അവരെ നീ നശിപ്പിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ജനത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുന്ന മോശ. Praise God. परमेश्वर की चरण में मूसा परमेश्वर से इस प्रकार से प्रार्थना करता है, बिचवाई करता है, प्रभु हे पिता, मेरे नाम बेशक इस पुस्तक से मिटा दे, परंतु इन लोगों का नाम, इस अपने लोगों का नाम, उन लोगों का नाम इस पुस्तक से मत मिटा, उन्हें मत कर। പ്രിയ ദൈവമക്കളെ, നമ്മുടെ അതായത് കൂട്ടുവിശ്വാസികളുടെ നടുവിൽ, ദൈവജനത്തിന്റെ നടുവിൽ, ദൈവദാസന്മാരുടെ നടുവിൽ ഏതെങ്കിലും തെറ്റിൽ ആരെങ്കിലും അകപ്പെട്ടു പോയാൽ സ്തോത്രം, അവരെ നമ്മൾ ആമേൻ പാപത്തിന്റെ ആഴത്തിലേക്ക് വലിച്ചെറിയുന്നവരായിട്ടല്ല, ഹൃദയവേദനയോടെ അവരുടെ യഥാസ്ഥാപനത്തിനു വേണ്ടി, മാനസാന്തരത്തിനു വേണ്ടി, മടങ്ങി വരവിനു വേണ്ടി കണ്ണുനീരോടെ ദൈവസന്നിധി നിലവിളിക്കുന്നു എങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരുവാനായിട്ട് ഇടയായിത്തീരുമെന്നുള്ളതിന് സംശയമില്ല. സ്തോത്രം. ആമേൻ. मेरे अजीजों, हमारे प्रियों के बीच में, हमारे सहकर्मियों के बीच में, सह विश्वासियों के बीच में कोई भी पाप के दलदल है, हमें उन्हें धकेलना नहीं है, हमें नहीं है,
बल्कि उनके लिए आंसू बहाकर वापस आने के लिए, परमेश्वर की ओर आने के लिए, परमेश्वर की उपस्थिति में अगर हम बिचवाई करते हैं तो जरूर परमेश्वर उस प्रार्थना को उत्तर देकर उन्हें परमेश्वर की ओर लेकर आएंगे। കാര്യം ദൈവം ആഗ്രഹിക്കുന്നത് ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണമെന്നാണ് ദൈവം ഇച്ഛിക്കുന്നത്. ईश्वर की इच्छा ही है कि कोई भी नाश ना हो, बल्कि वो सभी लोग मन फिराए। തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ് എഴുതിയിരിക്കുന്ന എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടുവാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ദൈവം ഇച്ഛിക്കുന്നു എന്നാണ്. സ്തോത്രം. तिमोथी की पत्री 2 अध्याय में हम देखते हैं कि वहां पर परमेश्वर कहता है कि सभी लोग उद्धार पाए और सच्चाई की उस ज्ञान को प्राप्त करे, ये परमेश्वर चाहता है. ജനത്തിന്റെ നടുവിൽ പിന്മാറ്റം സംഭവിക്കുമ്പോൾ നാം അത് പബ്ലിസിറ്റി കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. അവർ യഥാസ്ഥാനപ്പെടേണ്ടതിന് വേണ്ടി, അവരെ യഥാസ്ഥാനപ്പെടുത്തേണ്ടതിന് വേണ്ടി ഹൃദയവേദനയോടുകൂടെ ദൈവസന്നിധിയിൽ കരയുന്നവരെയാണ് ദൈവം ഇന്ന് അന്വേഷിക്കുന്നത്. പ്രൈസ് ഗോഡ്. ആമേൻ. लोगों को ढूंढता है जो अगर कोई व्यक्ति परमेश्वर से दूर हो जाए तो उसकी सभा में समूह बदनाम ना करे, बल्कि उसके लिए विश्वास करने वाले लोग परमेश्वर चाहता है. മോശയുടെ പക്ഷപാതത്തെ കുറിച്ച് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അതായത് യഹോവയുടെ സന്നിധിയിൽ മോശ പക്ഷപാതം കഴിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ദൈവം തന്റെ കോപത്തിൽ അവരെ ദഹിപ്പിച്ചു കളയുമായിരുന്നു എന്നാണ്. ഹല്ലേലൂയ. में हम देखते हैं कि अगर मूसा परमेश्वर की उपस्थिति में इजरायली लोगों के लिए बिचवा नहीं करता तो परमेश्वर उन इजरायली लोगों को पूरी तरह से नाश कर डाल देता. മോശ ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്നപ്പോൾ ദൈവത്തിന്റെ കോപം ശമിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. वहां पर इस प्रकार से लिखा है, जब मूसा ने परमेश्वर की उपस्थिति में इजरायली लोगों तो परमेश्वर ने अपने क्रोध को ठंडा कर दिया. ദൈവമക്കളെ, നമ്മുടെ പക്ഷപാതത്തിനും നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും ഒക്കെ ഭയങ്കര എഫക്റ്റ് ആണ് കേട്ടോ. പല ഭവനങ്ങളുടെ മേൽ, പല ജീവിതങ്ങളുടെ മേൽ കടന്നു വരേണ്ട ന്യായവിധിയുടെ വാള് ദൈവം മാറ്റിക്കളഞ്ഞിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പ്രൈസ് ഗോഡ്. आमेन. इस बात में कोई दो राय नहीं है, कोई शंका नहीं है कि मेरे अजीजों, जब हम बिचवाई करते हैं कई घरों में, कई परिवारों में नाशवान तलवार उठना था, वो तलवार को परमेश्वर ने दूर किया है. നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കുവാനുള്ള ശക്തിയുണ്ട് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആമേൻ. वचन हमें यह दिलाता है कि हमारी बिचवाई की प्रार्थना में वो है जो कई लोगों को आग से बचा सकता है. നമ്മുടെ ഈ പ്രാർത്ഥനാ ഡിപ്പാർട്ട്മെന്റിലൂടെ സ്തോത്രം അനേകരെ ഈ ഒരു പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് കരം പിടിച്ചു നടത്തുവാൻ ദൈവം തന്റെ ദാസനെയും അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസന്മാരെയൊക്കെ ഉപയോഗിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയ്ക്കായിട്ട് ഈ നാളുകളിൽ अनेक एഴുന്നേൽക്കട്ടെ. आमेन. स्तोत्रम. परमेश्वर का धन्यवाद करता हूँ इस प्रार्थना भाव के द्वारा कई लोगों को उद्धार देने के लिए, आग से बचाने के लिए परमेश्वर के और उनके साथ साथ कंधे देने वाले हर एक विश्वासियों को परमेश्वर आशीषित करे और फिर से प्रार्थना में बिचवाई करते रहे. मैं ये प्रभु से मैं आशा करता हूँ. പ്രാർത്ഥനയ്ക്ക് ഏറ്റവും വലിയ എക്സാമ്പിൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. ആമേൻ. प्रार्थना का सबसे अच्छा उदाहरण और नमूना और कोई नहीं बल्कि प्रभु यीशु ही है. യേശുവിന്റെ ജീവിതത്തിന്റെ ശുശ്രൂഷയുടെ ആരംഭം മുതൽ അവസാനം വരെയും പ്രാർത്ഥിക്കുന്ന കർത്താവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ഗോഡ്. की शुरुआत से लेकर अंत तक प्रार्थना करते हुए समय को बिताया है. हम इस प्रकार से देख सकते हैं. ഇന്ന് കർത്താവിന്റെ പ്രാർത്ഥന മുഴുവനും മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു. के लिए नहीं था बल्कि दूसरों के लिए था. പിതാവിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് മാനവജാതിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി, ആ ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി, ആമേ ദൈവത്തിന്റെ കൃപ തന്നെ മേൽ ആവഹിക്കേണ്ടതിനു വേണ്ടി കർത്താവ് രാക്കാലങ്ങളിൽ ഉറങ്ങാതെ നിർജ്ജന പ്രദേശത്ത് ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. ആമേൻ.
हम देख सकते हैं परमेश्वर की, अपने पिता परमेश्वर की इच्छा को जानकर मानव जाति के उद्धार के लिए, उनकी रक्षा के लिए रात के समयों में पूरी रात बिना सोए बिचवाई करने वाला, प्रार्थना करने वाला एक प्रभु यीशु मसीह को हम देख सकते हैं। ലൂക്കോസിന്റെ സുവിശേഷം 3-ൽ യേശു സ്നാനമേറ്റ് പ്രാർത്ഥിക്കയിൽ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാവിരൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. तीसरे अध्याय में 3 के अध्याय में हम देख सकते हैं कि प्रार्थना करते समय पवित्र आत्मा एक समान उसके ऊपर उड़ेल आया है, इस प्रकार से हम देख सकते हैं. ഗെത്സമനയിലും കർത്താവ് ആമേൻ ഇടിവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് गेत्सेमनी की वाटिका में भी प्रभु यीशु मसीह इस प्रकार से प्रार्थना करते हैं, प्रभु अगर हो सके तो ये कटोरा मुझसे हटा ले, फिर भी मेरी इच्छा नहीं तेरी इच्छा पूरी हो जाए. മനുഷ്യപുത്രൻ എന്ന നിലയിൽ തനിക്ക് വഹിക്കുവാൻ കഴിയുന്നതിനും അധികമായ എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ ശിക്ഷയുടെ പാനപാത്രം താൻ ഏറ്റെടുത്തപ്പോൾ മനുഷ്യപുത്രൻ എന്നുള്ള നിലയിൽ തനിക്ക് വഹിക്കുവാൻ കഴിയുന്നതിനും അധികമായിരുന്നത് കൊണ്ട് പിതാവിനോട് നിലവിളിക്കുന്നു. എന്നാൽ അടുത്ത ക്ഷണത്തിൽ എന്റെ ഇഷ്ടമല്ല പിതാവേ നിന്റെ ഹിതം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെയും നിങ്ങളുടെയും വീണ്ടെടുപ്പിന് വേണ്ടി അതിഭയങ്കരമായ വേദന കർത്താവ് തന്റെ മേൽ ഏറ്റെടുക്കുകയാണ്. അതാണ് മധ്യസ്ഥത. ആമേൻ. ജീസസ് एक मनुष्य के रूप धारण करते हुए मनुष्य के समान जितना बोझ था उससे ज्यादा बोझ उठाकर भी वो उस वाटिका में परमेश्वर से प्रार्थना करता है, पिता से प्रार्थना करता है कि प्रभु मेरी इच्छा नहीं तेरी इच्छा पूरी हो जाए. इसे कहते हैं बिचवाई की प्रार्थना. ഇന്നും മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്തുഭാഗത്തേക്ക് കയറിപ്പോയ കർത്താവായ യേശു ക്രിസ്തു ഒരു മഹാപുരോഹിതനായിട്ട് എനിക്കും നിങ്ങൾക്കും വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ പക്ഷപാതം കഴിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. പ്രൈസ് ഗോഡ്. ആമേൻ. आज भी पिता के दाहिनी ओर बैठकर एक महायाजक के समान आपके लिए और मेरे लिए प्रभु यीशु मसीह अपने पिता से प्रार्थना में लगा हुआ है. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് ദൈവമക്കളെ ഞാനും നിങ്ങളും നിലനിൽക്കുന്നത്. इसलिए मेरे अजीजों, आप और हम खड़े हुए टिके हुए हैं. യോഹന്നാൻ 17-ൽ യേശു ക്രിസ്തുവിന്റെ മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് വേണ്ടിയുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എത്ര ഹൃദയസ്പർശിയായ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ഓ ജീസസ്. यूहन्ना 17वें अध्याय में हम देख सकते हैं कि कितने दिल को छूने वाली प्रभु यीशु मसीह की बिचवाई की वो प्रार्थना. ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവ് നിൽക്കുവാനും പക്ഷപാതം കഴിക്കാനും കഴിയുകയുള്ളൂ. ആമേൻ. यीशु की आत्मा जब हमारे ऊपर होगी, आएगी, तभी हम दूसरों के लिए बिचवाई कर सकते हैं, दूसरों के लिए हम प्रार्थना कर सकते हैं. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. हम दूसरों लोगों औरों के लिए प्रार्थना करना है. പ്രാർത്ഥന സ്വാർത്ഥതയില്ലാത്തതാണ്. उस प्रार्थना में मतलब नहीं होना चाहिए, स्वार्थ नहीं होना चाहिए. രണ്ടാമതായി നാം പ്രാർത്ഥിക്കേണ്ട വിഷയം ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നാം ദൈവത്തിന് വേണ്ടി ഫലമുള്ളവരായി മാറുവാൻ നാം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. दूसरी प्रार्थना इस प्रकार से हमें करना है कि ताकि परमेश्वर हमारे जीवन में क्या होनी चाहिए, इसके लिए हमें प्रार्थना करना है. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും ഞാൻ നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. ആമേൻ. यूहन्ना के सुसमाचार 15वें अध्याय में देखते हैं कि तुमने मुझे नहीं चुना बल्कि मैंने तुम्हें चुना है ताकि तुम जाकर फल पाओ, तुम में से फल निकले. ഫലമുള്ള ആത്മീക ജീവിതം, एक फल रहित आत्मिक जीवन, ഫലകരമായ ആത്മീക ശുശ്രൂഷ, एक फलंत वाला आत्मिक सेवकाई, അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. वही परमेश्वर हमसे इच्छा रखता है.
നമ്മുടെ വിളിയുടെ പരമപ്രധാനമായ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അത്. സ്തോത്രം. हमारी बुलाहट में Amen. एक बहुत महत्वपूर्ण बात है ये. അതിനോടുള്ള ബന്ധത്തിൽ ഞാൻ ഒരു വേദഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. उससे जुड़ी हुई एक परमेश्वर के कलाम की ओर में एक आपका ध्यान में लेकर आना चाहता हूँ. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 12, 13, 14 വാക്യങ്ങൾ. मरकुस का सुसमाचार 11वीं अध्याय उसकी 12वां 13वां 14वीं आयत. സ്തോത്രം. പിറ്റേനാൾ അവർ ബഥാനി വിട്ടു പോരുമ്പോൾ അവന് വിശന്നു. അവൻ ഇലയുള്ള ഒരു അത്തിവൃക്ഷം ദൂരത്ത് നിന്ന് കണ്ടു. അതിൽ വല്ലതും കിട്ടുമോ എന്ന് വെച്ച് ചെന്നു. അതിനരികെ എത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലാഞ്ഞു. അവൻ അതിനോട്, ഇനി നിങ്ങളിൽ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് ശിഷ്യന്മാർ കേട്ടു. നമുക്ക് വളരെ പരിചയമുള്ള ഒരു വേദഭാഗമായത്. ഒന്നുകൂടി ഒന്ന് പറയാമോ? നമുക്ക് വളരെ വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണിത്. हमने जो अभी आयत पढ़ा है ये इस आयत से बड़ी सुपरिचित है. ഞാൻ എന്റെ ഈ ചെറുപ്പകാലത്തൊക്കെ ഈ പാസേജ് വായിക്കുന്ന ഈ സംഭവം വായിക്കുന്ന എനിക്ക് കർത്താവിനോട് ഇച്ചിരി പിണക്കം തോന്നുമായിരുന്നു മനസ്സിൽ. अपने बचपन में जब मैं ये आयतों को पढ़ता था तो मैं थोड़ा सा प्रभु से नाराज होता था. എന്നാൽ കാര്യം മനസ്സിലായപ്പോഴുണ്ടല്ലോ എനിക്ക് അങ്ങനെ തോന്നാറില്ല. जब मुझे सच्चाई का जब मुझे पता चला फिर वो नाराजगी मुझसे दूर होगी. കാര്യം കർത്താവ് ഈ ഫലം കാണാഞ്ഞിട്ട് ശപിച്ച ഈ അത്തിയെ കുറിച്ച് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലായിരുന്നെന്ന്. जब इस अंजीर के पेड़ के ऊपर प्रभु ने जब श्राप दिया तो हम देख सकते हैं कि उसमें फल नहीं था. इसलिए फल नहीं था क्योंकि वो समय वो सीजन ऐसा था जिसमें फल वाला सीजन नहीं था. അത്തിപ്പഴത്തിന്റെ കാലമല്ലാഞ്ഞിട്ടും ഫലമില്ലെന്ന് പറഞ്ഞ അത്തിയെ ശപിച്ചത് ഒരു ഭയങ്കര കഷ്ടമല്ലേ? अंजीर के पेड़ पे फल ना लगे क्योंकि वो समय भी ऐसा नहीं था और उसके बाद उस अंजीर के पेड़ को श्रापित करते हैं, ये बात कुछ पचती नहीं है. ഈ കർത്താവിന്റെ ഈ ഐഹിക ശുശ്രൂഷയിൽ 2 സന്ദർഭങ്ങളിൽ കർത്താവ് ഇതുപോലെ ഈ ഡിസ്ട്രക്ഷനിലേക്ക് നയിച്ചതായ സംഭവം നമുക്ക് കാണുവാൻ കഴിയുന്നത് 2 സംഭവങ്ങളാണ്. हम देखते हैं यीशु मसीह की सेवकाई में दो बात हम देख सकते हैं कि इस प्रकार की कुछ बातों को हम देख सकते हैं. അതിൽ ഒന്നാണ് നമ്മൾ കണ്ടത്, ഫലമില്ലാഞ്ഞ അത്തിയെ കർത്താവ് ശപിച്ചു, അത് ഉണങ്ങിപ്പോയി. पहला हम यहाँ पर देखते हैं कि अंजीर के पेड़ को प्रभु यीशु मसीह श्रापित करता है और वो सूख जाता है. രണ്ടാമത്തെ സംഭവം നമ്മൾ കാണുന്നത് ഈ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തില് ഒരു വലിയ പന്നിക്കൂട്ടം 2000 പന്നികള് കടും തൂക്കത്തോടെ കടലിൽ ചാടി ചത്തു കളഞ്ഞു. और दूसरी बात हम देख सकते हैं मरकुस के सुसमाचार 5वीं अध्याय में कि बहुत बड़े एक सूरों को झुंड जो है समुद्र में कूद जाते हैं. ये बात हम देख सकते हैं. അപ്പൊ കർത്താവിന്റെ 3.5 വർഷത്തെ ശുശ്രൂഷയിൽ ഈ 2 കാര്യങ്ങളെ ഒരു നെഗറ്റീവ് എഫക്റ്റ് ആയിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുള്ളൂ. प्रभु यीशु मसीह के 3.5 साल की सेवकाई में हम देख सकते हैं कि ये जो दोनों बातों को हम एक नेगेटिव विचारधारा के साथ देख सकते हैं. എന്നാൽ ഈ 2 സന്ദർഭങ്ങളിലൂടെയും ഈ 2 സംഭവങ്ങളിലൂടെയും കർത്താവ് നമ്മളെ ചില പരമപ്രധാനമായ ചില ലെസൺസ് നമ്മെ പഠിപ്പിക്കുകയാണ്, ചില മെസ്സേജ് നമുക്ക് നൽകി തരികയാണ് ഇതിലൂടെ. परंतु इन दोनों घटनाओं के द्वारा प्रभु यीशु मसीह बहुत ही महत्वपूर्ण पाठ हमें सिखाता है. നാം ഈ അത്തിവൃക്ഷത്തിന്റെ ഭാഗം നമ്മൾ വായിക്കുന്നുടനെ കർത്താവ് ഫലം അന്വേഷിച്ചു, കാണാഞ്ഞിട്ട് നിന്നിൽ നിന്ന് ഇനി ആരും ഫലം തിന്നാതെ പോകട്ടെ എന്ന് പറഞ്ഞു. ആ അത്തി അത് ഉണങ്ങിപ്പോയി എന്ന് 21-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. സ്തോത്രം. ആ പറഞ്ഞിരിക്കുന്ന സംഭവം കേവലം ഈ ഒരു ചെറിയ അത്തിമരത്തിന് വേണ്ടി മാത്രമാണോ, അതിനെക്കുറിച്ച് മാത്രമാണോ കർത്താവ് പറഞ്ഞിരിക്കുന്നത്? क्या ये केवल अंजीर के पेड़ से है कि अंजीर के पेड़ पे फल नहीं था, यीशु मसीह उसे शापित करता है, वो सूख जाता है और कहता है कि आगे से तुझ में से कोई भी फल नहीं खा पाएगा? क्या ये बात केवल उस अंजीर के पेड़ से ही कहता है? ഈ അത്തി ഒന്ന്
ഇത് യഹൂദന്റെ അന്നത്തെ അവസ്ഥയെ കാണിക്കുന്നതാണ്. ये अंजीर का पेड़ उस जमाने की यहूदियों की स्थिति को दर्शाता है. രണ്ട്, ഈ അത്തി ഇന്ന് ദൈവസഭയെ കൂടെ കാണിക്കുന്നതാണ്. और ये अंजीर का पेड़ आज की स्थिति में परमेश्वर की कलीसिया को भी दिखाता है. ദൈവസഭ എന്ന് പറഞ്ഞാൽ ദൈവജനം, ദൈവമക്കളെ കുറിച്ചുകൂടെ പറഞ്ഞിരിക്കുന്നതാണ്. परमेश्वर की कलीसिया मतलब है परमेश्वर के लोग, परमेश्वर के जन. തിരുവചനത്തിലൂടെ ഞാനത് വ്യക്തമാക്കാം. पवित्र कलाम से मैं उसके प्रमाण में आपको देता हूँ. പ്രത്യേകിച്ച് നമുക്ക് തിരുവചനത്തിൽ അത്തി, മുന്തിരി, ഒലിവ് ഇതൊക്കെ ഇസ്രായേലിനെ പ്രത്യേകമായിട്ട് കാണിക്കുന്നതാണ്. हम देखते हैं जैतून, दाखलता की बारी और अंजीर के पेड़, ये सब जो है इजरायली लोगों की और नमूना है, इजरायली लोगों को दर्शाता है. Political, economical and a spiritual situation of Israel. इजराइल लोगों की आर्थिक, आत्मिक और इस प्रकार की स्थिति को दर्शाता है. ഇവിടെ ഈ അത്തിവൃക്ഷത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന ഉടനെ ഈ അത്തിവൃക്ഷം സാധാരണ തളിർത്ത് അത് നിറയെ ഇലയുണ്ടാകുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ്. अंजीर के पेड़ के बारे में जब हम पढ़ते हैं तो अंजीर का पेड़ जो है मार्च अप्रैल के माह में वो अंकुरित होता है और उसमें फल लगते हैं. അപ്പൊ ഈ തളിർത്ത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഇത് നിറയെ ഇലയുള്ളതായി മാറിയിട്ട് ഇത് ജൂൺ മാസത്തിൽ ഇത് ഫലം കായ്ക്കും. मार्च अप्रैल के महीने में अंजीर का पेड़ फलवंत होता है, उसमें हरे भरे पेड़ निकल आते हैं और जून तक उसमें बड़े अंजीर के फल उसमें लगते हैं. ആ ഫലം കഴിഞ്ഞ ഉടനെ അടുത്തതായിട്ട് ഓഗസ്റ്റ് മാസത്തിൽ അത് വീണ്ടും ഫലം കായ്ക്കും. और जून के बाद हम देखते हैं अगले महीने अगस्त में भी उसमें फल निकल आते പിന്നെ ചിലപ്പോൾ ഡിസംബർ മാസത്തിലും ഇത് ഫലം കൊടുക്കും. അങ്ങനെ വർഷത്തിൽ 3 പ്രാവശ്യം ഈ അത്തിവൃക്ഷത്തിൽ ഫലം കായ്ക്കുമെന്നാണ് ഇതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. और दिसंबर महीने में भी उसमें फल आते हैं. मतलब कहने का मतलब ये है कि साल में 2 या 3 बार जो है उसमें फल निकल आते हैं. അപ്പൊ ഈ ഫലം കായ്ക്കുമ്പോൾ ഇതിൽ ഫലം ഉള്ളപ്പോൾ അത്തിവൃക്ഷത്തിന്റെ പ്രത്യേകത ഇത് നിറയെ ഇലകളുമായിട്ടാണ് നിൽക്കുന്നത്. अंजीर के पेड़ की खासियत ये, जब उसमें फल निकल आते हैं, जब उसमें फल लगते हैं तो उसमें बहुत से हरी भरी पत्तियां उसमें लगे रहते हैं. ചുരുക്കി പറഞ്ഞാൽ അത്തിവൃക്ഷത്തിൽ ഇലയുള്ളപ്പോൾ അതിൽ ഫലം ഉണ്ടായിരിക്കും. कहने का मतलब ये है, संक्षेप में कहना चाहूंगा, जिस अंजीर के पेड़ में हरी भरी पत्तियां हो तो उसमें जरूर फल निकल आते हैं. സംഭവം നമുക്കറിയാം. കർത്താവ് കഴുത കുട്ടിയുടെ പുറത്ത് വാഹനമേറി യെരുശലേം നഗരത്തിലേക്ക് കടന്നു ചെല്ലുന്നു. जानते हैं कि गधी के ऊपर प्रभु यीशु मसीह सवार होकर यरूशलेम की ओर प्रवेश करने जा रहा है. നമ്മൾ അതിന്റെ മുകളിലത്തെ 11ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവൻ യെരുശലേമിൽ ദൈവാലയത്തിലേക്ക് ചെന്നു സകലവും ചുറ്റും നോക്കിയ ശേഷം നേരം വൈകിയത് കൊണ്ട് 12 കൂടെ ബേഥാനിയിലേക്ക് പോയി. സ്തോത്രം. ആമേൻ. हम देखते हैं यरूशलेम में प्रवेश करने के बाद वहां से करने के बाद फिर वापस शाम को सांझ के समय वो बेथानी की ओर वापस आता. അങ്ങനെ കർത്താവ് ബേഥാനിയിലേക്ക് പോയി. കാര്യം ദേവാലയത്തിൽ ചെന്നു ചുറ്റും നോക്കി കണ്ടു. സന്ധ്യയായതുകൊണ്ട് ബേഥാനിയിലേക്ക് പോയി. രാത്രി ബേഥാനിയിൽ കഴിച്ചു. ബേഥാനിയിൽ നിന്ന് പിറ്റേ ദിവസം രാവിലെ യെരുശലേമിലേക്ക് ശിഷ്യന്മാരുമായിട്ട് മടങ്ങി വരുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. സ്തോത്രം. ये घटना है कि यरूशलेम में जाते हैं, वहां पवित्र भवन में जाते हैं, चारों तरफ उसे देखते हैं. उसके बाद सांझ को बेथानिया की ओर वापस आते हैं और रात को बेथानिया में रुकते हैं और अगली भोर को सुबह वो फिर से यरूशलेम की ओर जाता है. നമുക്കറിയാം 15 മുതൽ താഴോട്ട് വായിക്കുന്ന കർത്താവ് യെരുശലേം ദേവാലയത്തെ ശുദ്ധീകരിക്കുന്നതാണ് കാണുന്നത്. और 15वीं आयत से हम देख सकते हैं कि यरूशलेम के भवन को, पवित्र भवन को, कि उसमें शुद्धिकरण प्रभु यीशु मसीह करता है. അപ്പൊ അന്നത്തെ യഹൂദന്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ആത്മീകമായിട്ട് ദൈവത്തിങ്കൽ നിന്ന് ഏറ്റവും അന്യപ്പെട്ടിരിക്കുന്ന ഒരു അനുഭവമാണ്, ഒരു സമയമാണത്.
और उस समय की स्थिति इस प्रकार से कि आत्मिक तौर से यहूदी लोग पूरी तरह से परमेश्वर से कट चुके हैं, दूर हो चुके हैं। യഹൂദനെ സംബന്ധിച്ച് അവൻ ഏറ്റവും അഭിമാനിച്ചിരുന്ന ഒന്നാണ് അവന്റെ ആലയം എന്ന് പറയുന്നത്. ആമേൻ. और यहूदी लोग सबसे एक बड़ी गर्व की बात ये होती है कि उनका आराधना आलय है। 3 സുവിശേഷകന്മാരും പറയുന്നുണ്ട് കർത്താവിന്റെ യെരൂശലേമിലേക്കുള്ള യാത്രയിൽ ശിഷ്യന്മാരെ യേശുവിനോട് പറയുന്നു, ഗുരു നോക്കുക, ഈ ദേവാലയം എത്ര മനോഹരമായിരിക്കുന്നു, എത്ര വലിയ കല്ലുകൾ കൊണ്ടാണ് ഇത് പണിതിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ കർത്താവ് പറയുന്നത്, കല്ലിന്റെ മേൽ കല്ല് ശേഷിക്കാതെ ഇത് ഇടിഞ്ഞു പോകുന്ന കാലം വരുന്നു എന്നാണ്. ആമേൻ. तीनों सुसमाचार में हम देख सकते हैं कि परमेश्वर के प्रभु से पूछते हैं कि हे प्रभु, ये यरूशलेम की मंदिर कितनी सुंदर है, कितनी मनोहर है, और देखो कितने बड़े बड़े पत्थर लगे हुए हैं, परंतु प्रभु यीशु मसीह अपने चेलों से कहता है कि एक समय वो आएगा कि ये पत्थर के ऊपर पत्थर नहीं लगेंगे। പുറമേ വളരെ മനോഹരമായിരിക്കുന്ന ദേവാലയത്തിലേക്ക് യേശു കടന്നു ചെന്നപ്പോൾ അതിനെ കാണുവാൻ കഴിഞ്ഞത് കർത്താവ് പറയുന്നു, എന്റെ ആലയം, എന്റെ പിതാവിന്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നുവെന്ന്. ആമേൻ. और वहां पर यीशु मसीह जैसे ही यरूशलेम के आराधनालय के भीतर प्रवेश करते हैं तो वहां देखते हैं कि वहां पर हर प्रकार के दुष्कर्म हो रहा है, और प्रभु यीशु मसीह कहता है कि मेरा भवन प्रार्थना भवन कहलाएगा, और तुम लोग ने उसे व्यभिचार का लेन देन का अड्डा बना दिया है। See, outward look it was very beautiful, but inside was the den of thieves. കള്ളന്മാരുടെ ഗുഹയായി മാറിയ അതിന്റെ അകം. ആമേൻ. बाहर से यरूशलेम का भवन बड़ा सुंदर है, बड़ा चमकदार है, परंतु अंदर में देखते हैं कि वहां पर एक बड़ा लुटेरों का समूह। കർത്താവിന്റെ മുന്നോടിയായി വന്ന സ്നാപക യോഹന്നാൻ യഹൂദ ജാതിയോട് വിളിച്ചു പറഞ്ഞു, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ, ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് ചുട്ടുകളയുമെന്ന്. ആമേൻ. यीशु मसीह के आगमन से पहले बपतिस्मा देने वाले यूहन्ना ने इस प्रकार से कहा यहूदी लोगों से कि मन फिराओ और मन फिराने लायक फलवंत हो जा, ये देखो पेड़ के नीचे धारीदार तलवार रखे हैं, काट डाले जाएंगे। ഈ അത്തിവൃക്ഷം പുറമേ നോക്കിയാൽ നിറയെ മനോഹരമായ നല്ല പുഷ്ടിയുള്ള ഇലകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, എന്നാൽ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ ഫലമില്ലാത്ത അത്തി. ആമേൻ. स्तोत्रम स्तोत्रम स्तोत्रम। पेड़ को देखो, इसमें बड़े पत्ते लगे हुए हैं, बड़े सुंदर मनोहर पत्ते। जैसे ही अंजीर के पेड़ के निकट आते हैं तो देखते हैं कि उस पे कोई भी फल नहीं लगता। നമ്മുടെ ആത്മീക ജീവിതം, നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പുറംകാഴ്ച മാത്രമാണോ? നമുക്ക് ദൈവവുമായുള്ള ബന്ധം എങ്ങനെയാണ്, നമ്മുടെ ആത്മീക അനുഭവങ്ങൾ എങ്ങനെയായിരിക്കുന്നുവെന്ന് നമ്മിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. ആമേൻ. अपने भीतर झांक कर हमें देखना है क्या हम बाहर से सुंदर लगते हैं, परंतु भीतर से हमारा आत्मिक जीवन कैसा है, परमेश्वर के प्रति हमारा संबंध कैसा है, इन दिनों में ये अपने भीतर झांक कर देखना है। ഈ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയി. സ്തോത്രം. കർത്താവ് അത് യഹൂദന്റെ മേൽ കടന്നു വരാനിരുന്ന ന്യായവിധിയെ കുറിച്ച് യഹൂദന്മാരെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു. ആമേൻ. अंजीर का पेड़ जड़ से सूख गया, ये इस बात को दर्शाता है कि यहूदी लोगों के ऊपर परमेश्वर का क्रोध आने को है। ഒന്നാമത് യഹൂദന്റെ ആത്മീയമായ അവസ്ഥയെ കർത്താവ് ഈ അത്തിയിലൂടെ അവരെ ബോധ്യമാക്കി. ആമേൻ. इस अंजीर के पेड़ के द्वारा यहूदी लोगों की आत्मिक स्थिति को प्रभु यीशु मसीह ने दिखाया। ഈ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തില് യഹൂദന്റെ അന്നത്തെ അനുഭവത്തെ കുറിച്ച് യേശു പറഞ്ഞത്, യിരെമ്യാവിന്റെ പ്രവചനം കർത്താവ് എടുത്ത് ഉദ്ധരിച്ചത്, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എങ്കൽ നിന്ന് ദൂരത്തകന്നിരിക്കുന്നു. ആമേൻ. സ്തോത്രം. मत्ती के सुसमाचार 15वें अध्याय में वहां पर यिर्मयाह नबी की कुछ बातों को उदाहरण देकर इस प्रकार से यहूदी लोग कहते हैं कि ये लोग मुंह से तो स्तुति धन्यवाद करते हैं, परंतु उनका हृदय, उनका मन मुझसे दूर हो गया है। ഇല ആവശ്യമാണ്. പുറം ലോകം നിശ്ചയമായിട്ടും ഈ ഇല കാണണം. എന്നാൽ കേവലം ഇല മാത്രം പോരാ, നിശ്ചയമായിട്ടും ഇത് ഫലത്താൽ നിറയപ്പെട്ടതായിരിക്കണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നു. ആമേൻ.
स्वर्ग इस प्रकार से इच्छा रखता है कि पत्ते जरूरी है, पत्ते भी होना जरूरी है, परंतु उसके साथ साथ उस पर फल भी लगना हो, फल भी लदा होना जरूरी है। ഇനിയും യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ കർത്താവായ യേശു പറയുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. ആമേൻ. और यूहन्ना का सुसमाचार 15वें अध्याय में प्रभु यीशु मसीह इस प्रकार से कहता है कि मैं एक दाख लता हूं और मेरा प्रभु पिता उसका का मालिक है। 15-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നു, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും വെട്ടി തീയിലിട്ട് ചുട്ടുകളയും. ആമേൻ. प्रभु यीशु मसीह कहता है कि जो मुझ में लगकर फल नहीं लगता उसे काट डाल दिया जाएगा। നല്ല മുന്തിരിവള്ളിയാകുന്ന ക്രിസ്തുവിനോട് ചേർത്ത് നിർത്തിയിരിക്കുന്ന കൊമ്പുകളാണല്ലോ പുതിയ നിയമവിശ്വാസികളായിരിക്കുന്ന ഞാനും നിങ്ങളും. ആമേൻ. अच्छे दाग लते के साथ जोड़ा गया शाखाएं हैं नए नियम के विश्वासी आप और हम। നമ്മെ ചേർത്ത് നിർത്തിയിരിക്കുന്നത് ഞാനും നിങ്ങളും ഫലം കായ്ക്കേണ്ടതിന് വേണ്ടി അല്ല, അധികം ഫലം കായ്ക്കേണ്ടതിന് വേണ്ടിയാണ്. ആമേൻ. प्रभु यीशु मसीह के साथ इसलिए लगाया गया है ताकि हम अच्छे से फलवंत हो जाए। സമയത്തിന്റെ പരിമിതി കൊണ്ട് വിവരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 5-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നു, 5वीं आयत में कहता है, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. യേശു പറയുന്നു, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു. എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ വളരെ ഫലം കായ്ക്കും. അവൻ വളരെ ഫലം കായ്ക്കും. ആമേൻ. ആമേൻ. मैं दाग लगता हूँ, तुम डालियां हो, जो मुझ में बना रहता है और मैं उसमें, वह बहुत फल लाता है, क्योंकि मुझसे अलग होकर तुम कुछ भी नहीं कर सकते। നാം ക്രിസ്തുവിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു നമ്മിൽ വസിക്കുന്നു. अगर हम प्रभु में वास करते हैं तो प्रभु हम में वास करते हैं। നാം ക്രിസ്തുവിലും ക്രിസ്തു നമ്മിലും വസിക്കുന്നുവെങ്കിൽ നിശ്ചയമായി നാം ഫലമുള്ളവരായി മാറും. ആമേൻ. अगर हम प्रभु में और प्रभु हम में वास करते हैं तो अवश्य हम में बड़े फल लाएंगे। നമുക്കറിയാം, ഈ 1-ാം സങ്കീർത്തനത്തിലെ സംഗീതകാരൻ പാടിയിട്ടുണ്ട് ഈ ആറ്റിന്റെ അരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷത്തെ കുറിച്ച്. ആമേൻ. पहले भजन संगीता में भजनकार इस प्रकार लिखा है कि जो उस बहते नदी नाले के किनारे जो पेड़ लगा है। A true child of God is like a tree planted by the rivers of water. Yeah. एक सच्चा परमेश्वर का बच्चा भक्त वही होता है जो बहते हुए नदी या नाले के किनारे लगे हुए उस पेड़ के समान। That tree bear fruits in its season എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തക്ക കാലത്ത് ഫലം കായ്ക്കുന്നു എന്നാണ്. वहां पर इस प्रकार से लिखा है कि वो पेड़, वो वृक्ष सही समय पर फल लगेगा। अब ഒരു ദൈവവൈതലിന് തക്ക കാലം ഏതാ? एक परमेश्वर सीजन। या एक परमेश्वर के भक्त के लिए एक उचित समय क्या है, कब है? നമുക്ക് ഫലം കായ്ക്കാനും ഫലം ഇല്ലാതിരിക്കാനും ഒരു സമയമുണ്ടോ? क्या हमें एक ऐसा समय है क्या जिसमें फल भी लगे और ऐसे समय भी है क्या जिसमें फल ना लगे? അപ്പൊ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം അത് സീസണിൽ, അതാത് സീസണിൽ അത് ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും. जो बहती नदी नाले के किनारे जो पेड़ लगा है उसमें फल लगेगा। പരീക്ഷയിൽ നല്ല വിജയം കിട്ടുമ്പോൾ ഭയങ്കര ആരാധന. जब परीक्षा में जब आप पास हो जाते हैं तो बड़ी आराधना होती है। ബിസിനസ് മെച്ചമായിരിക്കുമ്പോൾ ഭയങ്കര സാക്ഷ്യമാണ്. जब आपका व्यवसाय में उन्नति होती है तो एक बहुत बड़ी गवाही सुनने को मिलती है। മറ്റുള്ളവർ കൈയടിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ഹല്ലേലൂയ. जब दूसरे लोग ताली बजाकर आपकी कीर्ति करते हैं, प्रशंसा करते हैं, तो प्रभु की बड़ी आराधना करते हैं। സന്തോഷിച്ചോ, ആരാധിച്ചോ, പ്രാർത്ഥിച്ചോ, അത് ഒരു സീസണാ. कि आराधना करो, आनंद मनाओ, वो एक अलग समय है। എന്നാൽ മറ്റുള്ളവർ നമ്മെ കല്ലെറിയുന്ന സമയം വരുന്നെന്ന് വിചാരിക്കുക. जरा सोचिए कि दूसरे लोग हमारे ऊपर जब पत्थर फेंकने का समय है। പൗലോസ് പറഞ്ഞു, എന്റെ 1-ാം പ്രതിവാദത്തിൽ എല്ലാരും എന്നെ കൈവിട്ടു, കർത്താവോ എനിക്ക് തുണ നിന്നു. ആമേൻ. प्रेरित पौलुस इस प्रकार से कहता है, जब मेरे पहले प्रतिवाद में सब लोगों ने मेरा साथ छोड़ दिया था, परंतु प्रभु यीशु मसीह मेरे साथ रहा। ഫിലിപ്പിയിൽ
ദർശനം കണ്ട് കടന്നുപോയ പൗലോസിനും ശീലാസിനും ലഭിച്ചത് കാരാഗ്രഹമാണ്. തട പറയാം. फिलिपियों की ओर दर्शन पाकर गए हुए प्रेरित पौलुस के लिए बंदी गृह तैयार था. ആ കാരാഗ്രഹത്തിൽ മുറിവേറ്റ് വേദന അനുഭവിച്ച് കൈകാലുകൾ ബന്ധിക്കപ്പെട്ട് കിടന്നപ്പോഴും ഉച്ചത്തിൽ അർദ്ധരാത്രിയിൽ പാടി സ്തുതിക്കുന്ന പൗലോസും ശീലാസും. ആമേൻ. उस पौलुस शीलास को हम देख सकते हैं कि बंदी गृह में भी बड़े घाव के साथ पैर बंधे हुए हैं, चल नहीं सकते, फिर भी उस बीच प्रभु यीशु मसीह की ओर आराधना करते हैं. ഇയ്യോബിനെല്ലാം ശുഭമായിരുന്നപ്പോൾ, തന്റെ പുത്രന്മാരും പുത്രിമാരുമെല്ലാം നല്ല നിലയിലായിരുന്നപ്പോൾ, താൻ അവർക്ക് വേണ്ടി യാഗം കഴിക്കുന്നതിൽ മുടക്കം വരുത്തിയിട്ടില്ല. എല്ലാം ഒന്നിച്ച് നഷ്ടപ്പെട്ടപ്പോൾ ഇയ്യോബ് പറഞ്ഞത്, യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ എന്നാണ്. സ്തോത്രം. ആമേൻ. अय्यूब कहता है कि जब अय्यूब के जीवन में सब कुछ अच्छा था, संपत्ति थी, उसके पुत्रों के लिए वो बलिदान देता था, परंतु जब उसके जीवन भी कष्ट से गुजरा तो भी उसने अय्यूब ने इस प्रकार से कहा कि यहोवा ने दिया और यहोवा ने ले लिया. ഇതാണ് ദൈവമക്കളെ അതാത് സമയങ്ങളിൽ സീസണുകളിൽ ഫലം കായ്ക്കുക എന്ന് പറയുന്നു. यह मेरे अजीजों कि हर एक समय में फल लाना, फल निकलना. ആത്മാവിന്റെ ഫലം, സ്നേഹം. നമുക്കറിയാം 9 കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്തോത്രം. നമ്മുടെയൊക്കെ സ്നേഹം എങ്ങനെയുള്ളതാണ്? നമ്മളെ സ്നേഹിക്കുന്നവരെ മാത്രം നമ്മൾ സ്നേഹിക്കും. നമ്മൾ ആവശ്യപ്പെടുന്നതോ നമ്മൾ ആഗ്രഹിക്കുന്നതോ നമുക്ക് ചെയ്തു തരുമ്പോൾ അവരെ നമ്മൾ സ്നേഹിക്കും. എന്നാൽ അങ്ങനെ അല്ല എങ്കിൽ നമുക്ക് അവരെ ഹൃദയം തുറന്ന് സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ടോ? आत्मा के फल, प्रेम और बाकी 9 बातें वहां पर लिखी है. हमारा प्रेम किस प्रकार से है? जो हमसे प्रेम करते हैं, जो हमसे मेल मिलाप रखते हैं, हम उनसे अधिक प्रेम करते हैं. परंतु औरों से भी क्या हमारी इस प्रकार से मनोभावना है? പാട്ടുകാർ ഇങ്ങനെ പാടിയിട്ടുണ്ടല്ലോ, കഷ്ടതയിലും പാടുവാൻ നഷ്ടമതിൽ കൊണ്ടാടുവാൻ. അപ്പൊ നഷ്ടവും സെലിബ്രേറ്റ് ചെയ്യുന്നെന്ന് ഭക്തൻ. गीतकार ने इस प्रकार से लिखा है कि अपने सब कुछ भी मेरा तो भी मेरा प्रभु में लगाव है, प्रेम. ദൈവമക്കളെ, ഇത് പാടാനും എനിക്കിത് പ്രസംഗിക്കാനും എളുപ്പമുള്ള കാര്യമാണ്. मेरे अजीजों, ये गीत को मैं गा भी सकता हूँ और इस गीत द्वारा मैं प्रचार भी कर सकता हूँ. ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങളോട് മാത്രമല്ല, ഇത് പ്രസംഗിക്കുന്ന എന്നോടും കൂടെ ഉള്ളതാണ്. ये संदेश केवल आप लोगों के लिए नहीं है, बल्कि प्रचार करने वाला खुद से भी है. അനുകൂലമോ പ്രതികൂലമോ ആയ സാഹചര്യങ്ങളിലും നാം ഫലം കായ്ക്കുന്നവരായിരിക്കണമെന്ന് സ്വർഗം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. परिस्थितियां हमारे अनुकूल हो चाहे हमारे प्रतिकूल हो, हमें सर्वदा फलवंत रहना है. ഈ സംഭവത്തിലൂടെ കർത്താവ് നമ്മളെ വിളിച്ചറിയിക്കുന്ന വേറെ ചില സന്ദേശങ്ങൾ കൂടെ ഉണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല, സമയം എന്റെ തീർന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ ആ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. घटनाओं के द्वारा और भी बातें हमें याद दिलाना चाहता है, परंतु समय की पाबंदी मेरे सामने है, समय बड़ी जल्दी से जा रहा है, इसलिए अपनी बातों को मैं कम करना चाहता हूँ. സ്തോത്രം. നമ്മൾ അതായത് ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ കടന്നു ചെല്ലുമ്പോൾ കർത്താവ് അവിടെ വേറെ ഒരു അത്തിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഉപമ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. हम देखते हैं लूका के 13वें अध्याय में वहां पर भी एक अंजीर के पेड़ के दृष्टांत प्रभु यीशु सिखाते हैं. അതിന്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം. वहां के 13 का 6 से 9 के आयत में हम देखते हैं कि वहां पर दागलता की बीच लगा हुआ एक अंजीर का पेड़. ആ തോട്ടത്തിൽ ദാസൻ, അതായത് ആ യജമാനൻ പറയാണ്, 3 വർഷമായിട്ട് ഞാൻ ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരികയാണ്. वहां पर उस बारी का मालिक इस प्रकार से कहता है कि पिछले 3 साल से मैं इसमें फल देखते आया हूं, परंतु इसमें फल नहीं है. എന്നാൽ ഇത് ഫലം കായ്ക്കുന്നില്ല, परंतु इसमें फल नहीं लग रहे हैं. അതുകൊണ്ട് തോട്ടക്കാരൻ പറയാണ്, ഈ അത്തി നമുക്ക് വെട്ടിക്കളയാം. उस बरी का मालिक कहता है कि इस अंजीर के पेड़ को काट दिया जाए. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഇഹലോക ശുശ്രൂഷയിൽ 3 വർഷം തികഞ്ഞു.
അല്പസമയം കൂടെ മാത്രം ശേഷിക്കുന്നു. 3 വർഷമായിട്ട് ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരികയാണ്. പിതാവ് പറയുന്നു വെട്ടിക്കളയാം. ഉടനെ ദാസൻ പറയുകയാണ്, വേണ്ട യജമാനനെ, ഇപ്പോൾ വെട്ടിക്കളയണ്ട, ഒരാണ്ടുകൂടെ നിൽക്കട്ടെ, ഞാനിതിന് കിളച്ചു വളമിട്ട് നോക്കാം, മേലാൽ ഫലം കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം. ആമേൻ. 3 साल की सेवकाई में प्रभु यीशु मसीह इस अंजीर के रहा। पिता परमेश्वर कहता है इसे काट दिया जाए, परंतु वो दास कहता है नहीं प्रभु, इसे 1 साल और, इसके लिए जो करना है मैं करूंगा, इसे 1 साल और इसे रुकने दो। 2022 നമ്മെ വിട്ടുപോകുന്നു. വിരളിൽ എണ്ണാകുന്ന ദിവസങ്ങൾ മാത്രം മുമ്പിൽ. 2022 हमसे अलविदा कह रहा है, केवल गिनती के। നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം ദൈവമക്കളെ. हमारी जीवन की ओर हम अपने आप को जांचें परखें। നമ്മൾ ഫലം കായ്ച്ചത് കൊണ്ടാണോ 2022 അവസാനം വരെ നിന്നത്? क्या हमें फल लगे हैं इसलिए क्या 2022 तक हम टिके हैं? എത്ര പേർക്ക് പറയുവാൻ കഴിയും ഞാൻ ഫലം കായ്ച്ചത് കൊണ്ടാ എന്നെ ദൈവം നിർത്തിയതെന്ന്? कितने लोग ये कह सकते हैं कि मेरे जीवन में फल लदे हैं इसलिए प्रभु ने मुझे खड़ा किया है? നമ്മൾ നല്ല ഫലം കായ്ച്ചത് കൊണ്ടല്ല. हमें अच्छे फल लगे हैं इसलिए नहीं। ഇസ്രായേലിന്റെ നേരെ ദൈവത്തിന്റെ കോപം ജ്വലിച്ചതുപോലെ നമ്മുടെ നേരെ ദൈവത്തിന്റെ കോപം ജ്വലിക്കേണ്ട എത്രയോ സന്ദർഭങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. जैसे इस्राएल के विरुद्ध परमेश्वर के क्रोध भड़का, वैसे ही हमारे जीवन के प्रति भी परमेश्वर भड़का। ദൈവത്തിന്റെ ദാസനായ മോശ ദൈവത്തിന്റെ കോപത്തെ ശമിപ്പിച്ചതുപോലെ കാൽവറിയിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ജീവൻ നമ്മളെ സ്നേഹിച്ച് നമ്മളെ വീണ്ടെടുത്ത നമ്മുടെ അരുമനാഥനായ കർത്താവ്, ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശു കർത്താവ് പിതാവിന്റെ സന്നിധിയിൽ എനിക്ക് നിങ്ങൾക്കും വേണ്ടി പക്ഷപാതം കഴിച്ചുകൊണ്ടിരിക്കുന്നു. പിതാവേ, വെട്ടിക്കളയരുതേ, ഞാൻ എന്റെ ചങ്കിലെ ചോര കൊടുത്ത് വിലയ്ക്ക് വാങ്ങി ആമേ ഫലം കായ്ക്കുവാൻ അല്പം കൂടെ കാത്തിരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് നിങ്ങൾക്കും വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ ആമേൻ യാചിക്കുന്നത് കൊണ്ട്, പക്ഷപാതം കഴിക്കുന്നത് കൊണ്ടാണ് ദൈവമക്കളെ ഞാനും നിങ്ങൾ ഈ വർഷത്തിന്റെ അവസാനത്തേക്ക് കടന്നു വരുവാനിടയായി തീർന്നിരിക്കുന്നത്. ആമേൻ. कर मूसा ने इस्राएली लोगों के लिए, वैसे ही हमारे लिए भी अपने लहू लेकर हमें मोल लेने वाले, हमें उद्धार देने वाले प्रभु यीशु मसीह अपने पिता के दाहिने हाथ बैठ कर हमारे लिए बिचवाई करता है, हमारे लिए वो प्रार्थना करता है। इसलिए मेरे इस 2022 के आखिर तक हम खड़े हैं। പുറമേയുള്ള ഇല മാത്രമല്ല, ഫലം കൂടെ ഉണ്ടായിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കർത്താവ് എന്റെ വ്യക്തിപരമായ ആത്മീയ ജീവിതത്തിൽ എന്നെ ഒന്ന് ഉയർത്തണമേ, ഞാൻ അതിനായിട്ട് ആഗ്രഹിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വർഷത്തിന്റെ അവസാന സമയങ്ങളിൽ നമ്മെ ദൈവകരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിക്കുവാൻ നമുക്കിടയായി തീരട്ടെ. ആമേൻ. परमेश्वर आपके लिए फलवंत, फल देने वाले, फलदायक एक वृक्ष के समान मेरे जीवन समर्पित हो, ऐसा प्रार्थना करें। നമ്മോട് കരുണ കാണിച്ചതുപോലെ നമ്മുടെ സമശിഷ്ടങ്ങളോടും കരുണയുള്ളവരായി ജീവിപ്പാൻ, ഫലമുള്ളവരായി ജീവിപ്പാൻ, അനേകർക്ക് അനുഗ്രഹമായി മാറുവാൻ, ദൈവരാജ്യത്തിന് മഹത്വമായി മാറുവാൻ ദൈവം നമുക്ക് തരുന്ന നാളുകൾ നമ്മുടെ ജീവിതത്തിൽ ഇടയാകേണ്ടതിനു വേണ്ടി നമ്മെ ഒരിക്കൽ കൂടെ പുതുക്കി ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. ആമേൻ. को नया करते हुए जिस प्रकार से यीशु हम पर करुणा करता है, वैसे ही हमारे हम उम्र के लोग साथ करता और दया करते हैं। परमेश्वर के हाथ में एक फलवंत वृक्ष के समान अपने आप को हम समर्पित करेंगे। ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. इस वचनों के द्वारा परमेश्वर आप सभी को आशीषित करे। मैं अपने शब्दों को यह समाप्त करता हूँ। परमेश्वर की आशीष आप सभी के ऊपर होवे। Thank you, Jesus. Thank you, Lord. Amen. Thank you, Pastor.